Mars Riva TV, a unique experience for the whole world. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ കുർബാനയുടെ പഠന പരമ്പരയിലെ രണ്ടാമത്തെ മാസത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മാസത്തെ ധ്യാന വിഷയമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഓരോ കുർബാന അർപ്പണം അല്ലെങ്കിൽ ഓരോ ഉദ്ധാന അനുഭവത്തിനും ഒരു സാക്ഷ്യം ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എമ്മാവുസ് അനുഭവത്തിലൂടെ നമ്മൾ കടന്നുപോയ ആ രണ്ട് ശിഷ്യന്മാരെ നമ്മൾ ആരൊക്കെയാണെന്ന് കണ്ടു കഴിഞ്ഞു. ഒന്ന് ലൂക്കാസ് വിശേഷകനും ക്ലെയോഫാസുമായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ കുർബാന അനുഭവത്തിന് ശേഷം ശിഷ്യന്മാരുടെ സമൂഹത്തിലേക്ക്, പത്രോസിനെ നേർത്തിരിക്കുന്ന ശിഷ്യ സമൂഹത്തിലേക്ക് ഓടിച്ചെന്ന് ഷെയർ ചെയ്യുന്ന, പങ്കുവെക്കുന്ന ഒരു അനുഭവം ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാസം നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം ടെല്ലിംഗ് ദെയർ ഓൺ വേർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു ചിന്താ വിഷയമാണ്. അപ്പോൾ അവരുടെ അനുഭവം പങ്കുവെക്കുന്നു. അപ്പോൾ ഈ അനുഭവം പങ്കുവെക്കലിൽ വൈവിധ്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ്. ഒരേ കർത്താവിനെ വ്യത്യസ്തമായ ശൈലിയിൽ, രീതികളിൽ അവർ അനുഭവിക്കുന്നു. അപ്പോൾ ആ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ രൂപീകരിക്കപ്പെടുന്ന സഭയുടെ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ വൈവിധ്യങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അപ്പോൾ ഈ വൈവിധ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ബൈബിളിന്റെ അല്പം കൂടെ ആഴത്തിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാസത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാന വിഷയമാക്കുന്നത് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ കുർബാന സ്ഥാപന വിവരണങ്ങളെ ആസ്പദമാക്കിയുള്ള ഒരു വിശകലനമാണ്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഒത്തിരിയേറെ തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ പടർന്ന് പന്തലിക്കുന്നുണ്ട്. അതായത് ദൈവശാസ്ത്ര മേഖലയിൽ, പ്രത്യേകിച്ചും ഈ ഒരു ആധുനിക ദൈവശാസ്ത്രം എന്ന വ്യാജേന അവതരിപ്പിക്കപ്പെടുന്ന ചില ദൈവശാസ്ത്ര ചിന്തകൾ അല്ലെങ്കിൽ ദൈവശാസ്ത്രം എന്ന് തോന്നിപ്പിക്കാവുന്ന ചിന്തകൾ ഒരു സ്യൂഡോ തിയോളജി അല്ലെങ്കിൽ ഒരു വ്യാജ തിയോളജിയുടെ ആവിർഭാവം നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ തങ്ങളുടെ ചില തെറ്റായ നിലപാടുകളെ സാധൂകരിക്കുവാൻ വേണ്ടിയുള്ള ഒരു പറ്റം ആളുകളുടെ വളരെ കുൽസിതമായ വ്യാഖ്യാനത്തിന്റെയും ആഖ്യാനത്തിനൊക്കെ ഫലമായിരിക്കാം അത് എന്ന് മാത്രം കരുതിയാൽ മതി. കാരണം ദൈവശാസ്ത്രം എന്ന് പറയുന്നത് പൊട്ടിമുളച്ച് ഒരു സെക്കൻഡിൽ ഒരു സുപ്രഭാതത്തിൽ വരുന്നതല്ല. അത് ദൈവ പ്രചോദിതമാണ്. അപ്പോൾ ദൈവപ്രചോദിതമായ വിശാരദന്മാരായ ആളുകളിലൂടെ ദൈവം കൊടുക്കുന്ന ഉൾക്കാഴ്ചകളാണ് സഭയ്ക്ക് കാലാകാലം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മഴയിൽ കുരുത്ത തകരയല്ല. അത് നൂറ്റാണ്ടുകളിലൂടെ കടന്നു പോകുന്ന ചിന്തകളുടെ തുടർച്ചയാണ്. ഇത് ദൈവശാസ്ത്ര മേഖലയിൽ ഉണ്ടാകുന്ന വൈവിധ്യങ്ങള്, വിശുദ്ധ കുർബാന അർപ്പണത്തിലുണ്ടാകുന്ന വൈവിധ്യങ്ങളെ മനസ്സിലാക്കുവാൻ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ടോക്കിലും നമ്മൾ കൂടുതലായിട്ട് ഊന്നൽ കൊടുക്കുന്നത് ഈ ഒരു വൈവിധ്യത്തിന്റെ കാരണങ്ങൾ, അതെങ്ങനെ സഭയിലൂടെ, സഭയുടെ പാരമ്പര്യങ്ങളിലൂടെ, സഹസ്രാബ്ദങ്ങളിലൂടെ, ഒരു നൂറ്റാണ്ടോ അല്ലെങ്കിൽ 50 വർഷമല്ല, 2 സഹസ്രാബ്ദമാണ്. അപ്പോൾ ഈ 2 സഹസ്രാബ്ദങ്ങളിലൂടെ എങ്ങനെ നമുക്ക് കൈമാറി വന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു വിശകലനമാണ് പ്രിയമുള്ളവരെ നമ്മളിവിടെ ചിന്തിക്കുക. അപ്പോൾ ഒരു പക്ഷെ നമുക്ക് അല്പം രസമായിട്ട് തോന്നിയേക്കാം, എങ്കിലും ഒത്തിരിയേറെ ശ്രദ്ധ ആവശ്യമുള്ളതും അതേസമയം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ചില അടിസ്ഥാന പ്രമാണങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മൾ വിശകലനം മുമ്പോട്ട് പോവുക. നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഇപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാന അർപ്പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കുർബാന അർപ്പണത്തിന് നമ്മൾ കാണുന്നത് 2 ഭാഗങ്ങൾ തീർച്ചയായിട്ടും കാണും. ഒന്ന് വചന ശുശ്രൂഷ, രണ്ടാമത് അപ്പമുറിക്കൽ ശുശ്രൂഷ. അപ്പോൾ ഈ 2 ശുശ്രൂഷകളും കൂടെ സമഞ്ജസമായിട്ട് സമ്മേളിക്കുമ്പോഴാണ് വിശുദ്ധ കുർബാന അർപ്പണം ഒരു സഭയിലൂടെ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം ആഘോഷിക്കുവാൻ വേണ്ടി ലഭിക്കുക. അപ്പോൾ അത് സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യവും ദൈവശാസ്ത്രവും ആത്മീയ അനുഭവവും എല്ലാം ഇതിന് പിന്നിലുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു അടിസ്ഥാന ചിന്ത വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ പഠനം മുമ്പോട്ട് പോകുവാൻ. ഇപ്പൊ നമ്മൾ കുർബാനയുടെ ആദ്യ ഭാഗം വചന ശുശ്രൂഷ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. 2ാം ഭാഗം അപ്പമുറിക്കൽ ശുശ്രൂഷയാണ്. അപ്പോൾ ഈ അപ്പമുറിക്കൽ ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സഭയുടെ അനാഫറ അല്ലെങ്കിൽ കാനൻ എന്ന് പറയുന്ന ആ ഒരു സംവിധാനമാണ്. അപ്പോൾ ഈ കുർബാന അർപ്പണത്തിന്റെ 2ാം ഭാഗം തീർച്ചയായിട്ടും വികസിച്ചിരിക്കുന്നത്
പഴയ നിയമത്തിലൂടെ തുടർന്ന് കർത്താവ് അതിനെ എടുത്ത് ഉപയോഗിച്ച് പൂർത്തീകരിച്ച ആ വിശുദ്ധ കുർബാനയിലേക്കാണ് നമ്മളെ എത്തിക്കുക. അപ്പോൾ കുർബാനയുടെ രണ്ടാം ഭാഗമായ ഈ അനാഫറ അല്ലെങ്കിൽ കാനൻ എന്ന് പറയുന്ന ആ സംവിധാനത്തിന് തീർച്ചയായിട്ടും യഹൂദ പാരമ്പര്യവുമായിട്ട് നല്ല അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ് സഹസ്രാബ്ദങ്ങളായി സഭാപിതാക്കന്മാരിലൂടെയും ദൈവശാസ്ത്രജ്ഞന്മാരിലൂടെയും ഒക്കെ നമ്മൾ കണ്ടെത്തി മനസ്സിലാക്കി പോരുന്ന ഒരു സത്യം. അതിനെ നിഷേധിക്കുവാൻ വേണ്ടിയുള്ള ഒരു വ്യഗ്രത ചില കോണുകളിൽ സഭയിൽ ഉണ്ടാകുന്നത് വളരെ അപകടകരമാണ്, അപഹാസ്യമാണ്. അപ്പോൾ അതൊക്കെ ഒരു പെട്ടെന്ന് മുളച്ചു പൊന്നുന്ന ചില ദൈവശാസ്ത്ര ചിന്തകൾ മാത്രമായിട്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കാനുള്ളതാണ്. പക്ഷെ അത് ഒത്തിരിയേറെ കൺഫ്യൂഷൻ, ചിന്താക്കുഴപ്പം ആളുകൾ ഉണ്ടാക്കാൻ അത് പര്യാപ്തമാണ്. ഇതാണ് സ്യൂഡോ തിയോളജിയുടെ അപകടം. അതായത് നമ്മൾ നോക്കുമ്പോൾ ഒറിജിനൽ എന്ന പോലെ നമുക്ക് തോന്നാം, കണക്ഷൻസ് നമുക്ക് തോന്നിയിരിക്കാം. പക്ഷേ ആത്യന്തികമായിട്ട് ഇന്നലെ പടച്ചുവിട്ട ഒരു ദൈവശാസ്ത്രം 50 വർഷത്തിന്റെ ഒരു പ്രത്യേക അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ദൈവശാസ്ത്രം അതിൽ നിലവിലുള്ള ദൈവശാസ്ത്രജ്ഞന്മാരുമായോ സഭയുടെ പ്രബോധനങ്ങളുമായോ യാതൊരു ബന്ധമില്ല എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ സ്യൂഡോ തിയോളജി സഭാവിശ്വാസികളെ ഒത്തിരിയേറെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട് എന്നുള്ള സത്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ കുർബാനയുടെ അപ്പമൊരുക്കിയ ശുശ്രൂഷയിൽ വിശകലനങ്ങളെല്ലാം നടത്തുന്നതാണ്. നമ്മൾ അനാഫറ അതുപോലെ തന്നെ കാനൻ, ഇത് രണ്ടും നമ്മൾ ലത്തീൻ സഭയിലെ കാനൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. അതിന് അളവുകോൽ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം, കാനൻ. അതേസമയം നമ്മൾ അനാഫറ ഉയർത്തുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ചിന്തകളും വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ഉയർത്തുന്നത് നമ്മൾ അനുദിന ബലിയിൽ ഓർക്കുന്ന ഒരു ഭാഗം കൂടിയാണ് നമ്മുടെ എല്ലാ അനാഫറകളിലും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, വ്യത്യസ്തമായ സഭകൾ ഉണ്ടാകുമ്പോൾ ആ സഭകളുടെ അടിസ്ഥാനപരമായ ചില തത്വങ്ങൾ, ചില അടിസ്ഥാന ശിലകളെ നമ്മൾ കാണാതെ നമുക്ക് വിശുദ്ധ കുർബാനയെ മനസ്സിലാക്കുവാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് റൈറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ വ്യക്തി സഭകളെ കുറിച്ച് നൽകുന്ന ഒരു നിർവചനം നമ്മളൊന്ന് വായിച്ചിട്ട് അതൊന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. Right is a liturgical, theological, spiritual and disciplinary heritage distinguished according to people's culture and historical circumstances that finds expression in each autonomous church's way of living the faith. അപ്പോൾ സഭയുടെ വിശ്വാസം ജീവിക്കുന്നതിലൂടെയാണ് ആത്യന്തികമായിട്ട് ഈ വൈവിധ്യങ്ങൾ കടന്നു വരുന്നത്. കാരണം മനുഷ്യൻ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, അവന് നിൽക്കുന്ന ആ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, അതൊക്കെ തീർച്ചയായിട്ടും സഭയുടെ ഈ വിശ്വാസം ആഘോഷിക്കുന്നതിൽ കടന്നു വന്നിട്ടുണ്ട് എന്ന് നമുക്ക് നിഷേധിക്കാനാവില്ല. പക്ഷെ ഒരു പ്രാദേശികവാദത്തിന്റെ ഒരു അമിതമായ അതിപ്രസരം അത് തീർച്ചയായും അപകടകരമാണ്. അപ്പോൾ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ലോക്കൽ ഏരിയയ്ക്ക് ഒരു വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള സത്യം നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അത് ചരിത്ര സത്യമാണ്, നമ്മൾ നിഷേധിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതിന്റെ പേരിൽ നമ്മൾ ഹാലിളകിയിട്ടും യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് സത്യത്തെ മനസ്സിലാക്കുവാൻ ബോധപൂർവം അല്പം ശാന്തമായിട്ട് അവധാനമായി ശ്രമിക്കുക എന്നുള്ളതല്ലാതെ വേറെ പ്രതിവിധിയില്ല. അപ്പോൾ നമ്മളിവിടെ ചിന്തിച്ചതുപോലെ സഭയുടെ അടിസ്ഥാന ശിലകൾ എന്താണ് നമുക്ക്? ഒന്ന്, ഒരു ലിറ്റർജി അല്ലെങ്കിൽ ഒരു ആരാധനക്രമം അതിനുണ്ടാവണം. ഇവിടെ ആരാധനക്രമം എന്ന് പറയുമ്പോൾ കുർബാന മാത്രമാണ് എന്ന രീതിയിൽ ഇന്ന് അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് വീണ്ടും ഒരു പ്രൊട്ടസ്റ്റന്റ് തിയോളജിയുടെ സ്വാധീനത്തിലേക്കാണ് പോകുക. സഭയുടെ ആരാധനാക്രമത്തിന്റെ ഉള്ളിൽ 1-2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ കൂടിയുണ്ട്. മറ്റൊന്ന് യാമപ്രാർത്ഥനകളാണ്. അപ്പോൾ ഒരു സഭയുടെ ദൈവശാസ്ത്രം മനസ്സിലാക്കുവാൻ ആ സഭയുടെ യാമപ്രാർത്ഥനകൾ അനിവാര്യമാണ്. ആ വിശകലനം കൂടാതെ ഒരിക്കലും നമുക്ക് ഒരു തിയോളജിക്കൽ അല്ലെങ്കിൽ ഒരു ദൈവശാസ്ത്രപരമായ അടിത്തറയിലേക്ക് എത്തുവാൻ പറ്റുകയില്ല. അതുകൂടാതെ കൂലാശാനുകരണങ്ങളെല്ലാം കൂടെ ചേരുമ്പോഴാണ് ലിറ്റർജി എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിന്റെ പൂർണ്ണതയിലെത്തുക. അപ്പോൾ ഇതെല്ലാം ഇല്ലാതെ വിശുദ്ധ കുർബാന മാത്രമാണ്, അതുകൊണ്ട് ജനാഭിമുഖമാക്കണം എന്നുള്ള വ്യഗ്രതയും ഇവയെല്ലാം നിഷേധിക്കുമ്പോൾ സഭയുടെ അടിസ്ഥാനങ്ങളെ തന്നെ ബോംബിട്ട് നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിന് ഭാഗമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അതിൽ നിന്ന് പിന്തിരിയാൻ തെറ്റിദ്ധരിക്കപ്പെടുന്ന സാമാന്യ ജനത്തെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ അവർ നിരപരാധികളാണ്. അവർക്ക് ഇതുപോലെയുള്ള
ആഴമായ പഠനത്തിന് സാധ്യതയില്ലാത്തതിനാൽ തെറ്റിദ്ധരിക്കപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. അതിന് പേരിൽ ഒരു പക്ഷേ ഒരു വൈകാരികമായി ഈ ഒരു പറ്റം ചെറിയൊരു ഗണത്തോട് ചേർന്ന് നിന്നിരിക്കാം എന്ന് കരുതി അത് സഭയുടെ ഒരു ശരിയായ സമീപനമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ അല്പം കൂടി ശാന്തമായിട്ട്, പ്രത്യേകിച്ചും അൽമായ സഹോദരങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ഇങ്ങനെ വികലമായ പ്രബോധനങ്ങളുടെ പിന്നാലെ പരക്കം പാഞ്ഞ് നമ്മുടെ ആത്മീയതയും നമ്മുടെ വിശ്വാസവും നശിപ്പിക്കാതെ അടുത്ത തലമുറയിലേക്ക് സഭയുടെ പാരമ്പര്യത്തിൽ അടിയുറച്ച ആ ഒരു ദൈവശാസ്ത്രവും അതോടൊപ്പം തന്നെ സഭയുടെ കുർബാനയും ആദരപൂർവ്വം നമുക്ക് അടുത്ത തലമുറയിലേക്ക് കൈമാറുവാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. അതിന് തീർച്ചയായും പഠനം അനിവാര്യമാണ്. അതിന് ഒരുപക്ഷെ ഈ പഠന പരമ്പര പ്രയോജനപ്പെടും എന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ എളിയ സംരംഭത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, ഒന്ന് ആരാധനാക്രമം, രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന ഒരു ദൈവശാസ്ത്ര ചിന്താധാരയാണ്. അത് തീർച്ചയായിട്ടും ദൈവശാസ്ത്ര കേന്ദ്രങ്ങളെ ആസ്പദമാക്കിയാണ് അത് വികസിച്ച് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. അതിനൊക്കെ ചരിത്രപരമായ രേഖകളുണ്ട്. അപ്പോൾ നമ്മൾ ദൈവശാസ്ത്ര ശാഖകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അന്ത്യോക്യ സ്കൂളുണ്ട്, അലക്സാണ്ട്രിയൻ സ്കൂളുണ്ട്, ബൈസന്റൈൻ സ്കൂളുണ്ട്, കാൽഡിയൻ സ്കൂളുണ്ട്. വ്യത്യസ്തങ്ങളായ ദൈവശാസ്ത്ര കേന്ദ്രങ്ങളെ ആസ്പദമാക്കിയാണ്, പഠന കേന്ദ്രങ്ങളെ ആസ്പദമാക്കിയാണ് ഇത് വികസിച്ച് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. അപ്പോൾ അവയൊക്കെ നമ്മൾ നിഷേധിക്കുക എന്ന് പറയുന്നത് സഭയുടെ അടിസ്ഥാനത്തെ തന്നെ നിഷേധിക്കുന്ന തുല്യമാണ്. അപ്പോൾ സഭയെ ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള ഒരുപക്ഷെ പൈശാചിക പ്രവണതയുടെ ഭാഗമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഇതിനോട് ഞാൻ ചേർത്ത് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ഒരു ആത്മീയതയാണ്. ആത്മീയത എന്ന് പറയുന്നത് ഇങ്ങനെ കുറച്ച് ബാഹ്യമായ കാര്യങ്ങൾ മാത്രമല്ല, അത് നമ്മൾ ഈ ആരാധനക്രമത്തിലൂടെ അന്തർലീനമായിരിക്കുന്ന ദൈവാനുഭവം സ്വന്തമാക്കി കഴിയുമ്പോൾ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് അതിൻ്റെ അനുരണനങ്ങൾ, ചലനങ്ങൾ ഉണ്ടാവും. അത് വ്യക്തി ജീവിതത്തിലൂടെയും ബോധ്യങ്ങളിലൂടെയും നമ്മുടെ ജീവിതശൈലിയിലൂടെയും പ്രകടമാകും. അപ്പോൾ അത് ഒരു സ്പിരിച്വാലിറ്റി തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ്. കരിസ്മാറ്റിക് സ്പിരിച്വാലിറ്റിയെ കുറിച്ചൊക്കെ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. കരിസ്മാറ്റിക് ആവണം തീർച്ചയായിട്ടും. സഭ കാലാനുസൃതമായി എപ്പോഴും ഒരു വൈബ്രന്റ് ഫെയ്ത്ത് ജീവിക്കുന്ന, വിശ്വാസം ജീവിക്കുന്ന സമൂഹമായിട്ട് തന്നെ മാറണം. അപ്പോൾ അതിന് സംശയമൊന്നുമില്ല. അപ്പോൾ ഈ സ്പിരിച്വാലിറ്റി മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഈ സ്പിരിച്വാലിറ്റി തീർച്ചയായിട്ടും സഭയുടെ യാമപ്രാർത്ഥനകളോട് ചേർന്ന് പോകുന്ന, അതിൻ്റെ ആ സഭയുടെ പ്രത്യേക ചില പാരമ്പര്യങ്ങളോട് ചേർന്ന് പോകുന്ന ഒരു ജീവിത ശൈലിയാണ്. അവയെ നിഷേധിക്കുന്നതും ഇതുപോലെ തന്നെ അപകടകരമാണ് എന്നുള്ള കാര്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സഭയുടെ ഈ പൗരാണികത്വത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഡിസിപ്ലിനറി സിസ്റ്റം. അതായത് അതിനൊരു നേതൃക്രമമുണ്ട്, അതിനൊരു ജീവിത ശൈലിക്ക് ചില നിയമങ്ങളും ചിട്ടകളും നിയന്ത്രണങ്ങളുമുണ്ട്. അപ്പോൾ ഇവയെല്ലാം കൂടെ ചേരുന്ന ഈ 5 ഘടകങ്ങൾ ചേരുമ്പോൾ, ഈ 5 ഫൗണ്ടേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സഭയെ നമുക്ക് സഭയായിട്ട് കാണുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു സഭ അല്ലെങ്കിൽ ഒരു വേരിയന്റ് ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ള അടിസ്ഥാനങ്ങളൊന്നുമില്ലാതെ വായുവിൽ നിൽക്കുന്ന ഒരു കുമിള പോലെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എത്ര നാൾ മുമ്പോട്ട് പോകും എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരന്മാരും ചിന്തിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അടിസ്ഥാനങ്ങളെ മറന്നുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങളും വളരെ സങ്കുചിതമായ ചിന്താധാരകളുടെ സൃഷ്ടിയും ഒക്കെ ഒരുപോലെ അപകടകരമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ജീവിച്ച അല്ലെങ്കിൽ അത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ റീത്തുകൾ എന്നുള്ള വാക്കാണ് നമ്മൾ രീതികൾ എന്നുള്ള അർത്ഥത്തിലാണ് റീത്തുകൾ. അപ്പോൾ റീത്തുകൾ എന്ന് പറയുന്നത് ഒരു സങ്കുചിതമായ വാക്കാണ്. അപ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു വ്യക്തിസഭ എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ആഗോള സഭയിൽ, ആഗോള കത്തോലിക്ക സഭയിൽ, അപ്പോൾ സഭയുമായിട്ട് നമ്മൾ അനുരഞ്ജനപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ 23 വ്യക്തിസഭകളുടെ വലിയൊരു കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതൊന്ന് ചിന്തിച്ചു നോക്കി. അത്ര മനോഹരമായ ഒരു ദൈവികമായ സങ്കല്പമാണ്. അപ്പോൾ നമ്മൾ ഓരോ മനുഷ്യനും വ്യത്യസ്തമായ വ്യക്തിത്വം ഉള്ളതുപോലെ തന്നെ ഓരോ സഭയ്ക്കും അതിൻ്റെതായ വ്യതിരിക്തമായ വ്യക്തിത്വമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ആ വ്യതിരിക്തത, ആ ഇൻഡിവിജ്വാലിറ്റി, അത് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമാണ്. അപ്പോൾ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് നമ്മുടെ സമൂഹത്തിലൊക്കെ കാണുന്ന വലിയൊരു പ്രശ്നമാണ്. ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഹൂ ആയാം, ഇത് നമുക്കിന്ന് തിരിച്ചറിയാൻ പാടില്ലാത്തൊരവസ്ഥ വിശേഷം. ഒരുപക്ഷെ അമിതമായ അനുകരണപ്രഭം, ഇതൊക്കെ അപകടകരമായ ചില സൂചനകളാണ്. അതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവുക.
അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിച്ചു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത ഇതാണ്. അപ്പോൾ ഇങ്ങനെ ദേശകാലാനുസൃതമായി രൂപീകരിക്കപ്പെട്ട വ്യക്തിസഭകൾ 23 സഭകൾ ചേർന്ന ഒരു കൂട്ടായ്മയാണ് കത്തോലിക്ക തിരുസഭ. അപ്പോൾ കത്തോലിക്ക സഭ എന്നുള്ള ആ അമ്മ, ഈ അമ്മയുടെ മക്കളാണ് ഈ 23. അപ്പോൾ നമ്മളൊരു സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കാണേണ്ട, ഒരു വ്യത്യസ്തമായ ഒരു അസ്തിത്വമായിട്ട് നമ്മൾ കാണേണ്ട. അപ്പോൾ ഈ അസ്തിത്വത്തിന്റെ മക്കൾ എന്ന് പറയുന്നത് 23 വ്യക്തിസഭകളാണ്. അതിലൊന്ന് മാത്രമാണ് സീറോ മലബാർ സഭ. ഇനി അതിലൊന്ന് മാത്രമാണ് ലത്തീൻ സഭ. അപ്പോൾ 23 പേരും ഒരുമിച്ച് ചേരുന്നു. അപ്പോൾ സഭ എന്നുള്ള ദൈവസ്ഥാപിതമായ ആ സംവിധാനം അമ്മ, ഈ അമ്മയുടെ മക്കളായിട്ട് നമ്മൾ ഈ 23 വ്യക്തിസഭകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ തീർന്നു. ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ നോഷനുകൾ അല്ലെങ്കിൽ അറിവുകൾ, ചിന്താധാരകൾ മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നത് കൊണ്ടാണ് ഒത്തിരിയേറെ വികലമായ ചിന്തകളും പ്രബോധനങ്ങളും ഇന്ന് സഭയിൽ ഉണ്ടാവുക. അത് സഭയ്ക്ക് തന്നെ അപകടകരമാണ്. നമ്മുടെ വിശ്വാസികളെ വഴിതെറ്റിക്കാൻ അത് കാരണമാകും, അവരുടെ ആത്മനാശത്തിന് അത് കാരണമാവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള തെറ്റായ പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തെറ്റിദ്ധരിക്കപ്പെടുന്ന ആളുകൾ സത്യം മനസ്സിലാക്കി സഭയെ തിരിച്ചറിയുന്ന ഒരു നല്ല സുദിനം ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോ നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Mars Riva TV, a unique experience for the whole world.